ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അടുക്കള വിശേഷം എന്ന് വെച്ചാൽ ഫുഡ് വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഫുഡൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്ന ദിവസമായിരുന്നേ. അപ്പം രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ടൈം കിട്ടത്തില്ല. അതും കഴിഞ്ഞ് ഒരു റീലും എടുത്ത ശേഷം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇഡ്ഡലി മാവുണ്ടായിരുന്നു, അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി. ഫാസ്റ്റ് ജോലിയായിരുന്നു കേട്ടോ. പരിപ്പ് പെട്ടെന്ന് വേവിച്ച് സാമ്പാറിന് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് സാമ്പാർ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. അപ്പം ഇതൊക്കെ രാവിലത്തെ ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം മോന് പുട്ട് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പുട്ടുണ്ടാക്കി. പുട്ടാണെങ്കിൽ തലേ ദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം മോന് പുറത്ത് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മോൻ കഴിച്ചില്ല. അപ്പം ആ ബീഫ് മോൻ പറഞ്ഞു പുട്ടും ബീഫും മതിയെന്ന്. അങ്ങനെ പുട്ടുണ്ടാക്കി, ഇഡ്ഡലി ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ പുട്ടിനകത്ത് തന്നെ ബീഫൊക്കെ വെച്ച് ആവി കയറ്റിയെടുത്തു. അതിനുശേഷം ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക കറി വെച്ച് ഞാൻ ചക്കയും ബീഫും കൂടെ കഴിച്ചു. ഞാൻ കരുതി കപ്പയും ബീഫും ഒക്കെ കോമ്പിനേഷൻ, ചക്കയും ബീഫും നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. ചക്കയും ബീഫും ഒക്കെ ഒരുമിച്ചിട്ട് വയ്ക്കുന്നതാണ് അടിപൊളി ടേസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ന് സ്പെഷ്യൽ വിഭവമായ എന്താണെന്നറിയാവോ? മന്തി റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ചിക്കനൊക്കെ രാവിലെ മേടിച്ചിട്ട് വന്നു. അതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്തു. വേറൊരു ദിവസം വെക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് മന്തി വെക്കാനായിട്ട്. ബിരിയാണിയൊക്കെ വയ്ക്കുന്നതിനെക്കാട്ട് വളരെ സിമ്പിളും ഈസിയാണ്, ടേസ്റ്റും അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി കുക്കറിൽ ഇട്ടതിന് ശേഷം നമുക്ക് അതിലോട്ട് ആണ് കേട്ടോ ഉണ്ടാക്കിയത്. കുരുമുളകും മസാലയും ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്തു. മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല പൊടിയല്ല, അല്ലാത്ത പൊടികളാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിന് വേറെ വെജിറ്റബിൾസ് കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പിന്നെ മന്തി റൈസ് ആണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കനിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്തു, വെള്ളമൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് റൈസ് ഉണ്ടാക്കി കേട്ടോ. റൈസ് ആണെങ്കിൽ നമ്മൾ കലത്തിലിട്ട് ചോറ് ഊറ്റി വടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പം മിക്സുകളും എല്ലാം ആഡ് ചെയ്തു. നമ്മുടെ ചിക്കനും എല്ലാം കൂടി ആഡ് ചെയ്ത് അടിപൊളി നമ്മുടെ മന്തി റൈസ് ഫസ്റ്റ് ടൈമായിരുന്നു, എന്നാലും നമ്മൾ വിജയകരമായി വിജയിച്ചിരിക്കുകയാണ്. അടിപൊളി മന്തി റൈസ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാതെ ചാർക്കോൾ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൂടെ വെച്ചാലേ കറക്റ്റ് മന്തിക്ക് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. മയോണൈസ് ഉണ്ടാക്കി, തക്കാളി ചട്നി ഉണ്ടല്ലോ മന്തിക്ക് കൂടെ കഴിക്കേണ്ട, അതുണ്ടാക്കി. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ നമ്മുടെ മന്തി റൈസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് താമസിക്കാതെ തന്നെ നമ്മൾ ഒരു മന്തി റൈസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ചെറുക്കുട്ടനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി കേട്ടോ. ഇന്ന് നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. ചെറുക്കുട്ടനെയൊക്കെ കുളിപ്പിച്ചതിന് ശേഷം മോന് ഫുഡൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകിട്ടായപ്പം പഴംപൊരി ഉണ്ടാക്കി കേട്ടോ. വാഴയ്ക്കപ്പം 3 പഴമൊക്കെ എടുത്ത് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വാഴയ്ക്കപ്പം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാലേ, തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ ബീഫ് ഉണ്ടാക്കിയെന്ന്, അത് ഞാൻ 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ട് പകുതി ഇന്നത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം രാത്രിത്തേക്ക് കറിയാവും, അപ്പോൾ വാഴയ്ക്കപ്പവും ബീഫും കൂടി കഴിക്കണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതും കൂടി അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. അതിനുമായിട്ട് രാത്രി ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഗോതമ്പ് ദോശയെന്ന് വെച്ചാൽ നമ്മൾ പൊടിയും വെള്ളമൊക്കെ ചേർത്ത് മിക്സിയിൽ ഇട്ടൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റ് ഗോതമ്പ് ദോശ കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറ്. കൂടുതലും ചിക്കനും മട്ടനുമാണ് മേടിക്കുന്നത് കേട്ടോ. ബീഫ് കുറവാണ് വാങ്ങുന്നത്. അപ്പം ബീഫ് വാങ്ങുന്ന സമയത്ത് പല വെറൈറ്റിയിൽ നമ്മൾ വെക്കാറുമുണ്ട്. അത് ഇപ്പോഴാകുമ്പോൾ വീഡിയോ എടുക്കാറുണ്ട്. അപ്പം ഞാനിത് 1 കിലോ ബീഫ് മേടിച്ചിട്ട് 2 ദിവസമായിട്ടെടുത്ത് 2 കറി ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പം ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കണേ. നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. എൻ്റെ ചെറിക്കുട്ടൻ്റെ ചിരിയോടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ.